ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോള് പേടിക്കണ്ട. അമ്മയും നിത്യേച്ചിയും ഒക്കെ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. നീ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളല്ലേ. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ പോകുന്നത്, എന്നിട്ട് അതിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ നീ ഇങ്ങനൊരു അവസ്ഥയിലാവുമെന്ന് പറഞ്ഞു? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അല്ല, നിത്യ എവിടെ? ഹരിയേട്ടാ, ആരെയും വിളിക്കരുത്. അതെന്താ? ഞാൻ എല്ലാവരെയും വിട്ടുപിരിയുന്ന സങ്കടം കൊണ്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞതാ. സത്യം, അവിടെ എല്ലാവരുടെ മുന്നിലിരുന്ന എന്റെ കണ്ണ് നിറയാൻ പോലും അവർ സമ്മതിക്കില്ല. അത് കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞത്. അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. സുജാത ആന്റിയുടെയും നിത്യയുടെ ഒക്കെ കൂടെ ജീവിച്ച ഒരാൾക്ക് വേർപിരിഞ്ഞു പോവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയല്ലേ അവരെ ആളുകളെ സ്നേഹിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ മോളെ. അതൊക്കെ താണ്ടിയല്ലേ പറ്റുള്ളൂ. വേർപിരിയേണ്ടവര് വേർപിരിഞ്ഞേ പറ്റൂ. മോളകത്തേക്ക് ചെല്ലേ. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ജ്യോതി, നിന്റെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഈ പറഞ്ഞതല്ലാതെ നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം. ഒന്നുമില്ല ഹരിയേട്ടാ. എന്തു പറ്റി മോളെ? നീ കിടന്നില്ലേ? കിടന്നു. പക്ഷെ ഇന്ന് വൈകുന്നേരം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തോ പറ്റിയിട്ടില്ലല്ലോ. എന്താ മോളെ കാര്യം? ഒന്നുമില്ല നിത്യേച്ചി. മനസ്സിൽ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നീ നിത്യേച്ചിയോട് പറ. ഒന്നുമില്ല, സത്യമായിട്ട് ഒന്നുമില്ല. ശരി, വാ, എന്നെവിടെ ഇരിക്കും. ഇതേ എന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച കാശുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാ. ഇത് അടുത്ത ബർത്ത്ഡേക്ക് തരണമെന്നാ കരുതിയത്, ഒരു സർപ്രൈസ് ആയിട്ട്. പക്ഷേ അതിനേക്കാളും വലിയ ചടങ്ങല്ലേ വരാൻ പോകുന്നത്. നിത്യേച്ചിയുടെ സമ്മാനമായിട്ട് ഇത് കഴുത്തിലിട്ടോ. നിത്യേച്ചി എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നാളുകളിലെ ഞാനും അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോ അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മോളുടെ കല്യാണക്കാരിയായിരുന്നു. മോളെ കല്യാണം നടത്തുന്നൊക്കെ അമ്മയ്ക്ക് വലിയ സ്വപ്നമായിരുന്നു. നാട്ടുകാരെ മൊത്തം അറിയിക്കണം, നിനക്ക് നിറയെ ആഭരണങ്ങൾ വാങ്ങണം. എന്തിന്?
സദ്യ എവിടെ നിന്നാണ് വേണ്ടതെന്ന് വരെ അമ്മ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യോഗയില്ലല്ലോ മോളെ. വേറെ ഏതോ വഴിക്ക് ആ സ്വപ്നങ്ങളൊക്കെ അങ്ങ് പോയി. പോയതൊക്കെ പോട്ടെ, ഒഴുകിപ്പോയതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. മോളിതൊന്ന് കഴുത്തിലിട്ടെ, ഞാനിതൊന്ന് കാണട്ടെ. നല്ല ഭംഗിയുണ്ട്. എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ജ്യോതി, മോളെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോള് പേടിക്കണ്ട. അമ്മയും നിത്യേച്ചും ഒക്കെ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. നീ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളല്ലേ. അതെ, ഇങ്ങനെ കരയാൻ കൂട്ടിരുന്നാലേ നീ ഇന്ന് ഒരുപാട് കരയും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. നീ കിടക്ക്, കിടക്ക്.